നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോകളിൽ വാട്സപ്പിലൂടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പ്രേക്ഷകരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഓരോ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായ ഒരു യോഗ സാധകന് ഉണ്ടാവുന്ന സംശയങ്ങൾ തന്നെയാണ് പലരും ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യങ്ങളെ ഓരോന്നായിട്ട് വിശകലനം ചെയ്ത് അതിനുള്ള അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇന്നലെയോ മിനിഞ്ഞാന്നായിട്ട് വന്ന ഒരു ചോദ്യമാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഈ വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവൻ ചോദ്യങ്ങളെയും നമുക്ക് ഒറ്റ വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, കാരണം അപ്പോൾ വീഡിയോ വല്ലാതെ ലെങ്തി ആയി പോകും. ക്രമേണ നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ചോദ്യം, ഈ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഒരു പ്രേക്ഷകൻ ചോദിക്കേണ്ട. അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാവുന്നു, ഒരുപാട് പ്രതിസന്ധികൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അകാരണമായ അല്ലെങ്കിൽ അവിചാരിതമായ പ്രതിസന്ധികൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മുന്നോട്ട് പോകല് ഭയങ്കര പ്രയാസമായിരിക്കുന്നു. സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ പ്രതിസന്ധികളാണ്. അപ്പൊ ഇത് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഒരു പ്രേക്ഷകൻ ചോദിക്കേണ്ട. അത് ഇപ്പൊ എന്താ അതിന് പറയാ, നമ്മള് യോഗം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും ഒഴിഞ്ഞു പോകുന്നതാണ്. കാരണം നമ്മള് എനർജി ലെവലിൽ ഉള്ള ബ്ലോക്കുകളാണ് അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മളുടെ ഈ ഊർജപ്രവാഹം തടയപ്പെടുന്നുണ്ടോ, ഇതാണ് നമ്മൾ യോഗത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാണായാമം തുടർച്ചയായിട്ട് ചെയ്തിട്ട്, കൃത്യമായ പ്രാണായാമം തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ നാഡികൾക്കൊക്കെ ശുദ്ധി കൈവരിക്കും. പ്രത്യേകിച്ച് ആ നാഡിശുദ്ധി പ്രാണായാമം എന്നുള്ളത്. നാഡിശുദ്ധി പ്രാണായാമം സാധാരണ നിലയ്ക്ക് എല്ലാവരും ഒരു യോഗയൊക്കെ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ട് നിർത്തുന്ന ഒരു പതിവാണ്. അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു രീതിയാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നാഡിശുദ്ധി പ്രാണായാമത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. അത് പേര് പോലെ തന്നെ നാഡികളെ ശുദ്ധീകരിക്കും. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള മൊത്തം ഊർജപ്രവാഹവും അതിനനുസരിച്ച് നന്നായിട്ട് ഊർജ്ജസ്വലമാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് ആന്തരികമായി ഉണ്ടാവുന്ന പ്രതിസന്ധി തന്നെയാണ്. നമ്മളുടെ ഊർജപ്രവാഹത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികൾ, തടസ്സങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യില്ല, നമ്മളുടെ ശരീരം അതിനനുസരിച്ച് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മളുടെ ചുറ്റുപാടുകളിലൊക്കെ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന തൊഴിലിലാവട്ടെ, ഇടപഴകുന്ന ആളുകളിലാവട്ടെ, അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു എനർജിയോട് കൂടിയിട്ട് ഇടപഴകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ആ സമയത്ത് നമുക്ക് ഉണ്ടായേക്കാം. അതാണ് നമ്മളുടെ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പിന്നോട്ടടിക്കുന്നത് നമ്മളുടെ ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ്. നമ്മളുടെ ശരീരത്തിലുള്ള ഊർജപ്രവാഹം അതിൻ്റെ പരിപൂർണമായ സുഗമമായി നടക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ മൈൻഡ് ആകെ മാറും. നമ്മൾ വളരെ സ്വാസ്ഥ്യത്തിലാവും, വളരെ ആനന്ദത്തിലാവും, വളരെ ഈസ്നെസ് നമുക്കുണ്ടാവും. ആ സമയത്ത് നമ്മളുടെ ഇടപെടലുകളിലെല്ലാം തന്നെ അത് റിഫ്ലക്ട് ചെയ്യും, അത് പ്രതിഫലിക്കും. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് സഹപ്രവർത്തകരായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ മേലുദ്യോഗസ്ഥന്മാരായിട്ടും അല്ലെങ്കിൽ നമ്മളെ ക്ലയൻസ് ആയിട്ടും ഒക്കെ വളരെ സ്മൂത്തായിട്ട് ഇടപഴകാൻ നമുക്ക് കഴിയുന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും. അതൊക്കെ ഈ ലോകത്ത് നമുക്ക് നമ്മളെ മാത്രമേ മാറ്റാൻ കഴിയൂ. ഈ ലോകത്തെ മാറ്റാൻ ഒരിക്കലും കഴിയില്ല. നമ്മളെ ആന്തരികമായിട്ട് എങ്ങനെയാണോ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തുനിന്ന് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെ മാറ്റി കഴിയുമ്പോൾ ഈ ലോകം തന്നെ മാറും, ഈ സാഹചര്യങ്ങളെല്ലാം മാറും, നമുക്ക് അനുകൂലമായിട്ട് വരും. അത് ഗ്യാരണ്ടിയാണ്. അല്ലാതെ നമ്മളിപ്പോ ഒരു വാഗ്ദാനം നൽകുന്ന പോലെ നിങ്ങൾ യോഗ ചെയ്യൂ, ഇത് പഠിക്കൂ, ഇവിടെ വന്നോളൂ, നിങ്ങൾ ഈ കോഴ്സ് ചെയ്തോളൂ,
നിങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറും, നിങ്ങൾ ധനാഢ്യനാകും എന്നൊന്നും അങ്ങനെ ഒരു വാഗ്ദാനമൊന്നും അങ്ങനെയല്ല. അതല്ല അതിൻ്റെ ശരിയായ രീതി. നടക്കുന്ന കാര്യം ഇതാണ്, നമ്മളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അത് നിശ്ചയമാണ്. പ്രാണായാമം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആന്തരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, അത് നമ്മളുടെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ ഒന്നുള്ളത് നമ്മുടെ ക്ലാരിറ്റിയാണ്, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. നമ്മൾ സാധാരണ നിലയിൽ ഒരു ഉറക്കത്തിൽ ഇങ്ങനെ ഉറക്കപ്പിച്ചിൽ നടക്കുന്നത് പോലെയാണ് നമ്മളെ സാധാരണത്തെ ജീവിതം. ചിന്തകൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം ചിന്തകളുടെ ബാഹുല്യം കാരണം, അസ്വസ്ഥത കാരണം നമുക്ക് കൃത്യമായ ഒരു അനലൈസേഷൻ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മലയാളം. നേരെ കുറച്ച് പ്രാണായാമമൊക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് കഴിയും തോറും, ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ ക്ലാരിറ്റി വർദ്ധിക്കും. കാരണം വെച്ചാൽ നമ്മളുടെ ബുദ്ധി അത്രയും പൊടി തട്ടി എടുത്തിരിക്കുക. പ്രായമാവും തോറും എന്താ സംഭവിക്കുക, ഒരു 40 കഴിഞ്ഞ് കഴിയും തോറും ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, ബ്രെയിനിന്റെ പ്ലാസ്റ്റിസിറ്റി, പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാനോ അതിനനുസരിച്ചുള്ള ന്യൂറോൺ ബന്ധങ്ങൾ രൂപപ്പെടുത്താനോ ഉള്ള ബ്രെയിനിന്റെ ശേഷി കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമുക്ക് ബലം പിടുത്തം പ്രായം കൂടുന്തോറും പ്രായമായവരിലേക്ക് ഭയങ്കര ഒരു മർക്കട ബുദ്ധി അല്ലെങ്കിൽ ബലം പിടുത്തം ഒക്കെ ഉണ്ടാവാനുള്ള കാരണം അതാണ്. കാരണം വഴക്കം കുറയാണ്. നമ്മളെ തലച്ചോറിന്റെ മസ്തിഷ്കത്തിന്റെ പുതിയ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും പുതിയ ന്യൂറോൺ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ശേഷി കുറയുമ്പോഴാണ് പഴയ ചാലുകൂടെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ പണ്ടുണ്ടായ കണ്ടീഷനിങ്ങുകളെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പ്രായമാകുന്നവരിൽ പിടിവാശി കൂടുന്നത്. അപ്പൊ അവർക്ക് പുതിയ പുതിയ സാഹചര്യങ്ങളോടും മറ്റ് കുടുംബാംഗങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം അവരുടെ കണ്ടീഷനിങ് അങ്ങനെ ദൃഢമായി കഴിയും. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ നമുക്ക് യോഗം പരിശീലിക്കുന്നതോട് കൂടിയിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഏത് പ്രായക്കാരിലായാലും നമ്മൾ യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റുപാടിലും അത് പ്രതിഫലിക്കും. അങ്ങനെ നമ്മളുടെ ജീവിതം കുറച്ചുകൂടി ഈസിനെസ് ആവും, മെച്ചപ്പെട്ടതാവും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കുള്ള പുരോഗതി, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ ഉള്ള പുരോഗതി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ യോഗം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി വേണം, എനിക്ക് ഇവിടെ നിലനിൽക്കണം, മാന്യമായി നിലനിൽക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാവണം എന്നുള്ള ആ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ മെച്ചങ്ങൾ ഉണ്ടാവും. ഇനി അടുത്ത ഒരു ചോദ്യം ഇതുപോലെ തന്നെയാണ്, യോഗയും സെക്ഷുവാലിറ്റിയും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് വേറൊരു കുട്ടി ചോദിച്ചത്. അതായത് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെക്ഷുവാലിറ്റി കൂടുന്നു, അതൊരു പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് നമ്മളെ ലൈംഗിക കാമനകൾ അധികരിക്കാൻ കാരണം? അങ്ങനെ അല്ലല്ലോ ഞങ്ങൾ കേട്ടിരിക്കുന്നത്. യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതിന്നൊക്കെ ഒരു വിരക്തി തോന്നേണ്ടതല്ലേ? പക്ഷേ വിപരീതമായിട്ടുള്ള അനുഭവമാണല്ലോ ഉണ്ടാവുന്നത്. ലൈംഗികത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഒരാള് ചോദിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരാളല്ല, ഈ ചോദ്യം മറ്റു പലരും ചോദിച്ചിട്ടുണ്ട്, വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും. അതിൽ ഈ പറയുന്നതിലൊരു കാര്യമുണ്ട്, കാമ്പുണ്ട്. കാരണം യോഗ ചെയ്ത് തുടങ്ങുമ്പോൾ ശരിയായ രീതിയിലുള്ള പ്രാണായാമങ്ങളൊക്കെ ആയിട്ട് മുന്നേറുമ്പോൾ നമ്മളുടെ നാഭി പ്രദേശത്തുള്ള നാഡികളെല്ലാം ഊർജഭരിതമായി വരും, തുറന്നു വരും. അപ്പോൾ സെക്ഷൽ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട നാഡികളും ഉണരും. ആ നാഡിയുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും അങ്ങനെയുള്ള നാഡികളും ആദ്യമായിട്ട് ഉത്തേജിക്കപ്പെടും. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കാര്യക്ഷമമാകുമ്പോൾ സെക്ഷുവാലിറ്റി ആദ്യം വർദ്ധിക്കുകയും ചെയ്യുക. കാരണം ഈ ഊർജം നാഭി പ്രദേശത്ത് നിന്ന് ആദ്യം താഴേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ നമ്മുടെ ലൈംഗിക ക്ഷമത കൂടുകയാണ് ചെയ്യുക. കൃത്യമായിട്ട് യോഗം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ലൈംഗിക ബലഹീനതകളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ കഴിയും. അത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റേജിലാണ്, വീണ്ടും ഒരു ഹയർ സ്റ്റേജിലാണ് ഇങ്ങനെ തുറന്ന നാഡികളിലെ ഊർജം സുഷുമ്നയിലൂടെ മുകളിലേക്ക് പ്രവഹിക്കുന്നത് അടുത്തൊരു സ്റ്റേജിലാണ്. അത് അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഈ ഊർജം താഴോട്ടുള്ള ഗതി മാറി മുകളിലേക്ക് ആവുമ്പോഴാണ് ആധ്യാത്മികമായ ഉണർവുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ക്രമേണയായിട്ട് നമ്മളുടെ ഈ ലൈംഗികമായിട്ടുള്ള
അതിലേക്ക് മനസ്സ് ചായുന്നത് കുറയാണ് ചെയ്യുക. കാരണം അത് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഈ ലൈംഗികമായിട്ടുള്ള ഈ ഊർജത്തെ ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് അത് നമ്മുടെ സുഷുമ്നയിലൂടെ മുകളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരേ ഊർജം തന്നെയാണ് നമ്മളുടെ ലൈംഗിക കാമനകളായിട്ട് പ്രത്യക്ഷപ്പെടുന്നതും ആത്മീയമായ ഉണർവായും ചിന്തകളായിട്ടും രൂപപ്പെടുന്നതൊക്കെ ഒരേ ഊർജം തന്നെ ആയതുകൊണ്ട് അപ്പൊ തുടക്കകാലത്തില് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ലൈംഗികമായിട്ടുള്ള കാമനകൾ വർദ്ധിച്ചേക്കാം. അല്ലെങ്കിൽ അത് ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ തെറ്റായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അത് ശരിയായതുകൊണ്ടാണ് നമ്മൾ നീങ്ങുന്ന പാന്താവ് വളരെ കൃത്യമായതുകൊണ്ടാണ് തുടക്കത്തിൽ ലൈംഗിക കാമനകൾ കൂടുന്നത്. അത് തന്നെ നമ്മൾ തുടർന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്റ്റേജിൽ അത് സ്റ്റെബിലൈസ് ആവും. അതേ ഊർജം തന്നെ നമ്മളുടെ ആത്മീയ ഊർജമായിട്ട് നമുക്ക് പരിവർത്തനപ്പെട്ട് നമുക്ക് ആത്മീയമായ ഉന്നതി ലഭിക്കുകയും ചെയ്യും. ആ സമയത്ത് ലൈംഗികമായ അപ്പോൾ അടുത്ത ചോദ്യം വരും, അങ്ങനെ ആകുമ്പോൾ ആത്മീയമായ ഇതിൽ പോകുന്ന സമയത്ത് ലൈംഗിക ശേഷി മുഴുവൻ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടാവും. അങ്ങനെയില്ല, അത് നഷ്ടപ്പെടുമൊന്നുമില്ല. അതിലേക്കുള്ള ചായ്വ് നമുക്ക് കുറയുന്നുള്ളതാണ്. അതിന്റെ സംതൃപ്തിയും കാര്യങ്ങളൊക്കെ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉണ്ടാവും. പക്ഷെ അതിൽ മാത്രമാണ് ഈ സുഖം കിട്ടുക എന്നുള്ളത് ആ ചിന്തയിൽ നിന്ന് മാറിയിട്ട് അതേ ആനന്ദം നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് നേടിയെടുക്കാനും കഴിയും എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പോ തീർച്ചയായും യോഗയും സെക്ഷുവാലിറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിനനുസരിച്ച്, ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഈ യോഗമാർഗത്തെ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ചില ആളുകൾക്ക് ലൈംഗികമായിട്ടുള്ള പല ബലഹീനതകളെയും അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും ഈ യോഗയിൽ ചില ആസനങ്ങളും അതിൻ്റെതായ പ്രാണായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കപ്പെടും. അതുപോലെ ഇതിന്ന് വ്യതിചലിക്കണം, ഇതിന്ന് അപ്പുറത്തേക്ക് കടക്കണം, ലൈംഗികതയിൽ നിന്നും അപ്പുറത്ത് കടന്ന് എനിക്ക് ആത്മീയമായി മുന്നേറണം എന്നുണ്ടെങ്കിലും യോഗയുടെ ഈ പാതയിൽ തന്നെ മുന്നേറി കഴിഞ്ഞാൽ താൽക്കാലികമായി ഉണ്ടാവുന്ന ഈ മാറ്റങ്ങളെ അതിജീവിച്ച് പെർമനന്റ് ആയിട്ട് നമുക്ക് ആത്മീയമായ ഉന്നതിയിലേക്ക് തന്നെയാണ് നമ്മളെ നയിക്കുക, യോഗം നമ്മളെ എത്തിക്കുക. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഇതാണ് അതിൻ്റെ സിഗ്നലുകളാണ് ലൈംഗികത വർദ്ധിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ബേജാറാവേണ്ടതില്ല. ആ ക്രിയകളിൽ തന്നെ തുടരുക. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് അടുക്കും. നിങ്ങൾ ചെയ്യുന്ന ക്രിയ ശരിയാണ് എന്നുള്ളതിന്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് ആ തുടക്കത്തിൽ ഉണ്ടാവുന്ന ലൈംഗികമായ കാമനകളുടെ വർധനവ് എന്ന് മനസ്സിലാക്കുക. ആ ക്രിയയിൽ തന്നെ തുടരുക. ഇനി അടുത്തൊരു ചോദ്യം ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. ഇനിയും ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് സംശയങ്ങൾ ഉന്നയിക്കാത്തവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, യോഗമാർഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് അത് മെസ്സേജായിട്ട് അയക്കുക. ഉടനെ തന്നെ അടുത്ത് തന്നെ വരുന്ന ഏതെങ്കിലും വീഡിയോകളിൽ ഇതുണ്ടാവും. അതിനുള്ള മറുപടി എനിക്ക് അറിയാവുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ അത് അറ്റൻഡ് ചെയ്യുള്ളൂ. അല്ലാത്തത് ഞാൻ അവരോട് തന്നെ പേഴ്സണലായിട്ട് പറയും. ഇതിന് ഉത്തരം നൽകാൻ എനിക്ക് ഹെൽപ്പില്ലെങ്കിൽ ഞാനത് പറയലുണ്ട്. നമുക്ക് അറിയാവുന്ന രീതിയിൽ അതിനുള്ള മറുപടി നൽകാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.